ഈ പറയുന്ന കണ്ടക്ടർ DFI പ്രവർത്തകനാണെന്നും കണ്ടക്ടർ ഫ്രണ്ടിലാണ് ഇരുന്നത്, എന്നിട്ട് അവൻ പുറകിലാണ് ഇരുന്നതെന്നാണ് പറയുന്നത്. സഖാവിനെ അപ്പോൾ എന്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കുന്നത്, സഖാവേ എന്നും പറഞ്ഞുകൊണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കണേ. MLA വരുമ്പോൾ സഖാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഫ്രണ്ട് സീറ്റ് അവൻ എണീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറയുന്നത് ബാക്കിലാണ് ഇരുന്ന്. അതിലൊന്നും കാര്യമില്ല. ടീച്ചർ പറയുമ്പോൾ അത് അശ്ലീല വീഡിയോ, മേയർകുട്ടി പറഞ്ഞപ്പോൾ അത് അശ്ലീല ആംഗ്യം. എന്തിനാ വനിതാ സഖാക്കളെ നിങ്ങൾ ഇങ്ങനെ സ്വയം അപമാനിതരാകുന്നത്? ഡ്രൈവർ യദു ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഉറങ്ങാനും വരുമോ എന്നുള്ള പ്രതീക്ഷയില്ല ഞാനും അമ്മയും. കേറിയിരിക്കും. ഞാൻ അയാളുടെ ഓഫീസിൽ പോയിരുന്നു. അവിടെ നിൽക്കുന്ന ഗണേശനാ ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു തന്നത്. മൊബൈലിൽ ഗണേശൻ കുറെ വിളിച്ചു, കിട്ടിയില്ല. എന്താ ഏട്ടനെ കാണാൻ? മേയറുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടിയാ വന്നത്. പക്ഷെ ഇപ്പോ എങ്ങനെയെങ്കിലും മേയർക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റുമോ? ഈ പ്രായത്തിൽ എവിടെങ്കിലും ഇരുന്ന് ചെയ്യാൻ പറ്റിയൊരു പണി. ആളുകൾക്ക് പണി കൊടുക്കാൻ മൂപ്പര് ബെസ്റ്റാണെന്ന് എല്ലാരും പറയാറുണ്ട്. പ്രായമായ ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. മുൻതലമുറ ചെയ്ത് അവരും ആവർത്തിക്കുന്നു എന്ന് മാത്രം. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരുടെ കാര്യമാണ് കഷ്ടം. എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കൂടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ ആ മിഥ്യാധാരണ അങ്ങ് അവസാനിപ്പിച്ചേക്കണമെന്ന് പറയാനാണ് ഈ വാർത്താസമ്മേളനം നടത്തുന്നത്. ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കുകളുടെ പേരിലാണ് ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഫീൽ ചെയ്യുക. സഖാക്കൾ കാണിക്കുന്ന പോക്രിത്തരങ്ങൾക്കെല്ലാം ന്യായീകരണ ക്യാപ്സ്യൂളുമായി വരുന്ന റഹീമിനെ പോലെയുള്ളവരുടെ ഉളുപ്പുണ്ടല്ലോ, അതാടോ അന്തംഗമ്മികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. വരട്ടെ കടക്ക് പുറത്ത്. ശ്രീ പത്മനാഭ, അശ്ലീല ആംഗ്യക്കാർക്കെല്ലാം നല്ലത് വരുത്തുന്നേ ഭഗവാനെ. നമസ്കാരം. നമസ്കാരം നിഷേ, നമസ്കാരം. എന്തെല്ലാം മോളെ വിശേഷങ്ങള്? മാമ വരാൻ എത്തിപ്പോയിട്ടും താമസിച്ചു പോയി. ടീച്ചർ പറയുമ്പോൾ അത് അശ്ലീല വീഡിയോ, മേയർകുട്ടി പറഞ്ഞപ്പോൾ അത് അശ്ലീല ആംഗ്യം. അതൊക്കെ പിന്നെ അങ്ങനെയല്ലേ വരൂ. ടീച്ചർ ഉയർത്തിവിട്ട അശ്ലീല വീഡിയോയ്ക്ക് തെളിവില്ല. ആരോ അത് കണ്ടെന്ന് പറഞ്ഞല്ലേ? ആകെ കണ്ടത് പാർട്ടി സെക്രട്ടറി മാത്രം. ഓ, കോപിന്നാൻ കണ്ടല്ലേ? ഭാഗ്യമായി. കുട്ടി കണ്ട അശ്ലീല ആംഗ്യത്തിനും തെളിവില്ല. അയ്യോ, ആ തെളിവ് ആര് മുക്കിയത്? ആകെയുള്ള തെളിവുകളും പാർട്ടി തന്നെ മുക്കി. കേട്ടോടെ വേലപ്പാ, അതും പാർട്ടിയാണ് മുക്കിയതെന്ന്. എന്തെന്നാണോ എന്തോ മുക്കിയത്? സാംസ്കാരിക കേരളത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുക. EP ജയരാജനെ ജാവദേക്കർ ഷാൾ അണിയിച്ചത് നമ്മൾ അങ്ങ് മറന്നു, അത്ര തന്നെ. അത് എവരെ ഒരു സ്ഥിരം പരിപാടിയാണല്ലേ. MLA യോ MP യോ മേയറോ ഒന്നും അറിയാതെ ക്യാമറയിലെ മെമ്മറി കാർഡ് എങ്ങോട്ടും പോകില്ല. അതിത്ര തറപ്പിച്ചു പറയാൻ കാരണം ബസ്സിന് തടസ്സം വെച്ചതും അതിൽ കയറി യാത്രക്കാരെ ഇറക്കിവിടാൻ ശ്രമിച്ചതും എല്ലാം മേയറിന്റെ ഭർത്താവായ MLA ആണ്. അതിനുശേഷം MLA മഷിയിട്ട് അന്വേഷിച്ചിട്ടും കാണാനില്ലല്ലേ. അയാളാണെങ്കിൽ ഒളിവിലുമാണ്. അപ്പോ ഈ കുഞ്ഞുമാവരെ അസുഖത്തിന് വേണ്ടി ക്യാപ്സൂൾ കൊടുക്കുന്ന ആരാണോ എന്തോ? മേയർക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത് MP ആണ് A റഹീം. മേയറൂട്ടി ആണെങ്കിൽ ബസ് തടഞ്ഞപ്പോൾ മുതൽ പറയുന്നത് മുഴുവൻ നുണയാണ്. അയ്യോ, അത് കൊച്ചു പിള്ളയല്ലേ, അങ്ങനെ അങ്ങ് കരുതിയാ മതി. യാത്ര തടസ്സപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു, വണ്ടിക്കകത്തേക്ക് MLA കയറിയിട്ടില്ല എന്ന് പറഞ്ഞു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അതെല്ലാം A റഹീം മാറ്റി പറഞ്ഞു കേട്ടോ. പൊന്നു മേയർ സഹോദരി, സത്യത്തിന് ഒരു മുഖമേ ഉള്ളൂ. പറയുന്ന കാര്യം സത്യമാണെങ്കിൽ അതേത് പാതിരാത്രി ചോദിച്ചാലും അതിന്റെ വള്ളിക്കും പുള്ളിക്കും പോലും മാറ്റം വരില്ല. അതും ശരിയാണ്. ഓരോ സമയവും ഓരോന്നാണ് ആ കൊച്ചു പറയുന്നത്. എന്തരാണോ എന്തോ 1 2 3 4 എന്ന് പറഞ്ഞു കൊന്നു തള്ളിയതിന്റെ കഥ വിളിച്ചു കൂവിയ ആളെ പിടിച്ച് വൈദ്യുതി മന്ത്രിയാക്കിയത് പിണറായി വിജയനാണ്. നിയമസഭയിലെ ഡെസ്കിന് മുകളിൽ കയറി മുണ്ടും മടക്കി കുത്തിനിന്ന് സഭ തല്ലി തകർത്ത ആളെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതും പിണറായി വിജയനാണ്. വേണ്ടി വന്നാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കും എന്ന് വിളിച്ചു പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറിയെ പിടിച്ച് ആഭ്യന്തരമന്ത്രിയാക്കിയതും പിണറായി വിജയനാണ്. എട്ടും പൊട്ടും തിരിയാത്ത, വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരു കുട്ടിയെ പിടിച്ച് തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിന്റെ മേയറാക്കി പ്രതിഷ്ഠിച്ചതും പിണറായി വിജയനാണ്. ഏതോ ഒരു പാർട്ടി കഴിഞ്ഞാണ് ഇവര് വന്നതെന്നല്ലേ നമ്മൾ കേട്ടത് വേലപ്പാ. അന്ന് രാത്രി പാർട്ടിയും കഴിഞ്ഞ് വന്ന മേയറും MLA യും ഒരു 1.5 അടിച്ചിട്ടുണ്ടായിരുന്നോ?
അല്ലെങ്കിൽ പിന്നെ പാതിരാത്രിയിൽ പറന്നു പോകുന്ന മിന്നൽ ബസ്സിന് കുറുകെ കയറി നിൽക്കാൻ നോർമലായ ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിക്കുമോ? ഒരു 90 അടിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാവൂടെ? നാളെ കഞ്ചാവ് വലിച്ച എന്ത് ചെയ്യും? അപ്പോഴും പറയോ ഒരു കഞ്ചാവ് അല്ലേടി എന്ന് പറയോ ചേച്ചി? കഞ്ചാവോ മദ്യമോ നമുക്കറിഞ്ഞൂടെ. ആര് വച്ച തീയായാലും കൂല ബന്ധോണ്ടിരിക്കുന്നേ. അത് വാ